എനിക്ക് ഫസ്റ്റ് ടൈം ഒരു തോട്ട് ഉണ്ടായിരുന്നു UPSC ഒരു ഭയങ്കര ഹാർഡ് നട്ട് ടു ക്രാക്ക് ആണ്, ഭയങ്കര അൺഅറ്റൈനബിൾ ആണെന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. ആദ്യം ഇവിടെ വരുമ്പോൾ എന്താ എങ്ങനെ എവിടെന്നാ തുടങ്ങേണ്ടതെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഞാൻ ഇതിന് മുന്നേ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. UPSC എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരം എല്ലാ പേരും ബുക്ക് എടുത്ത് ഓടുന്നു, എല്ലാവരും പഠിക്കുന്നു, ലക്ഷ്മികാന്ത് എടുത്തോടും. ഇതൊന്നും അല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ when I came to lead, ഇവിടെ ഇരിക്കുമ്പോൾ റിസപ്ഷനിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ മെനി ഓഫ് ദം ഹാവ് ക്ലിയർ ലീഡ്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ചിലപ്പോൾ IPS ഓഫീസർ ആയിരിക്കും, അല്ലെങ്കിൽ IRS കിട്ടിയവരായിരിക്കും. അപ്പോൾ ഐ തോട്ട് ലീഡിൽ വരുന്ന കുറേ പേര് ക്ലിയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ബിലീഫ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ലീഡിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. അത് നമുക്ക് നമ്മുടെ ഫാക്കൽറ്റീസ് ആയിട്ട് ഇവിടെ ഈസിലി അപ്രോച്ചബിൾ ആണ്. അത് എന്ത് ഡൗട്ട് വന്നാലും അവരായിട്ടൊരു ഡയറക്റ്റ് കോൺവെർസേഷൻസ് ഇവിടെ ഭയങ്കര ഈസിലി പോസിബിൾ ആണ്. ലീഡിൽ എനിക്കൊരു സ്പെഷ്യാലിറ്റി തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ എക്കോസിസ്റ്റം ആണ്. നമ്മൾ ഈ ജേർണിയിൽ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ നമ്മുടെ മെന്റേഴ്സ് ഉണ്ട്, നമ്മളോടൊപ്പം ഇമോഷണലി ആൻഡ് എക്സാം വൈസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ചെറിയ ആശ്വാസം അല്ല UPSC ആസ്പിറൻസിനെ സംബന്ധിച്ച് നമുക്ക് തന്നത്. ആൻഡ് ഓൾസോ ഇവിടുത്തെ ഫാക്കൽറ്റീസ് അത് എടുത്ത് പറയണം. ഇപ്പം നമ്മളൊരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിലും അവർ ഒട്ടും മടിക്കാതെ തന്നെ ഏത് സമയത്താണെങ്കിലും അവർ അവൈലബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ലീഡിന്റെ ഓരോ പുതിയ ഇനിഷ്യേറ്റീവ്സ് ആണെങ്കിലും അത് നമ്മുടെ ഈ പ്രിപ്പറേഷനിൽ നമ്മളിടുന്ന എഫേർട്ടിനെ കുറച്ചും കൂടി ഈസി ആക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മൈക്രോ ക്ലാസ് ആണെങ്കിലും ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന നിലയ്ക്ക് എനിക്കിപ്പം പല കറണ്ട് അഫയേഴ്സും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയുണ്ടാവില്ല. അപ്പം സാർ അത് ബ്രീഫ്ലി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതെനിക്ക് കുറച്ചും കൂടെ എനിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമാണത്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ക്ലാസ് റൂം ആണെങ്കിലും ആ ഒരു ആഴ്ചത്തെ ഒരു വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അവിടെ അതോടെ കവർ ചെയ്യാണ്. എനിക്കിവിടെ എല്ലാം അക്കാഡമിക് കലണ്ടറുണ്ട്. അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ പോകും. അപ്പോൾ എനിക്ക് ഇന്ന് എന്താ റിവൈസ് ചെയ്യേണ്ടത്, നാളെ എന്താ അടുത്ത് റിവൈസ് ചെയ്യേണ്ടത്, ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു എന്നുള്ള കാര്യമൊക്കെ അക്കാഡമിക് കലണ്ടറിൽ കാണും. അതോടൊപ്പം തന്നെ നമുക്കൊരു പിയർ ഗ്രൂപ്പിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ വളരെ നന്നായിട്ട് തന്നെ നമ്മളോടൊപ്പം ഉള്ളത് ഈ ഒരു ജേർണിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. സാർ നമ്മളുടെ ലെവലിൽ നിന്നില്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം എന്ന് ശരത് സാറ് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അതായത് ആക്ച്വലി കണ്ടന്റ് ഇല്ലാതെയും നമുക്കിത് സോൾവ് ചെയ്യാന്നുള്ളതും അതുപോലെ കണ്ടന്റ് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതും വ്യക്തമായിട്ട് തന്നെയാണ് സാറ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ടു മീ. ലീഡിൽ ചേർന്ന് നമുക്ക് വേറെ സപ്ലിമെന്ററി കോഴ്സ് എടുക്കണ്ട, ലീഡിൽ ചേർന്ന് നമുക്ക് വേറെ ടെസ്റ്റ് സീരീസ് എടുക്കണ്ട. അങ്ങനെ എനിക്ക് ഭയങ്കര ട്രസ്റ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ഇനി എത്ര അറ്റംപ്റ്റ് വന്നാലും ഞാൻ ലീഡിന്റെ കൂടെ ആയിരിക്കും. കാരണം ഐ ട്രസ്റ്റ് ലീഡ് കംപ്ലീറ്റ്. Overall, the experience in Lead is like this is our space, this is the special place for aspirants, and ഇവിടെയാണ് നിങ്ങൾക്ക് റൈറ്റ് ഗൈഡൻസ് കിട്ടാനായിട്ട് പോകുന്നത്. and I'm sure about that. Lead IAS, #1 IAS Academy in Kerala.